ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ലഡുവിൻ്റെ റെസിപ്പി കേട്ടോ. എളുപ്പത്തിൽ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന എന്നാൽ നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ലഡുവാണേ. അപ്പോൾ ഒരു തുള്ളി കളറോ മൈദയോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ ചേർത്തില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ല സ്വീറ്റായിട്ട് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. മധുരം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കോ കൂട്ടോ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ ലഡുവിന് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബീട്രൂട്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെ നമുക്ക് എടുക്കാം. എടുത്തിരിക്കുന്ന ബീട്രൂട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതായത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിന് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. തീരെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെറുതാക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം, അത്രയേ വേണ്ടൂ. വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നല്ല ഫൈനായിട്ട് നമ്മുടെ ബീട്രൂട്ട് നമ്മളിവിടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം, അതായത് ഇതിൻ്റെ നീരുണ്ടല്ലോ, അതങ്ങ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു തുണിയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുവാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പിഴിഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടണം. അതാണ് കറക്റ്റുള്ള അളവെന്ന് പറയുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ബീട്രൂട്ട് എടുക്കാനായിട്ട്. കാരണം നന്നായിട്ട് പിഴിഞ്ഞ് പ്യുവറായിട്ടുള്ള ഒരു 1/2 കപ്പ് ജ്യൂസ് നമ്മളിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും മുന്നിട്ട് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത്ര നെയ്യ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാവും. അപ്പോൾ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുക്കാത്ത റവ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നിങ്ങ് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ 1 കപ്പ് റവ വേണം ചേർക്കാനായിട്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ റവ. ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. ഈ തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ റവയുടെ കൂടെ കിടന്നുകൊണ്ട് ശരിക്കും നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ചൂടാക്കി എടുക്കണം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റവയും അതേപോലെ തന്നെ തേങ്ങയൊക്കെ അവിടെ ചൂടായി വരുന്ന സമയത്ത് മധുരത്തിനായിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു 5 ഏലക്ക മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മധുരമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് മധുരം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പോ പഞ്ചസാര പൊടിച്ചെടുത്താലും മതിയാവും. അതൊക്കെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന 1/2 കപ്പ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എല്ലാ ഭാഗത്തേക്കും, നമ്മുടെ റവയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്നായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. ഇതേപോലെ ശരിക്കും ഇങ്ങ് മിക്സായി ശരിക്കും ഇങ്ങനെ വിടർന്ന് ഒരു മണൽ പോലെ കിടക്കുന്ന ആ ഒരു രീതിക്ക് വേണം വരാനായിട്ട്. കണ്ടതാ ഇതേപോലെ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് നേരം അങ്ങ് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വലിയ ആ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ, അതായത് കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ റവയുടെയും അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നല്ല ചൂടായിട്ട് ഇരിക്കുന്നതാണ്. അതിനകത്തേക്കാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് മെൽറ്റായിട്ട് വരും നമ്മുടെ പഞ്ചസാര. കണ്ടോ, ആ ചൂട് റവയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തപ്പോൾ നന്നായിട്ടങ്ങ് അലന്ന് പതുക്കെ അങ്ങ് വെള്ളം ഇറങ്ങിയ പോലെ ഇരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് എന്ന് കരുതി തീരെ ചൂടാറി തണുത്തൊന്നും പോയില്ല കേട്ടോ. നമ്മുടെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റാവുന്ന ആ ഒരു പരുവത്തിനാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ല ചൂടോട് കൂടിയിട്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണുമ്പോൾ ഈ ഒരു നനവ് ഷേപ്പിലിരിക്കുന്നത്. കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, നേരെ കയ്യിലെടുത്ത് ലഡുവിൻ്റെ ഷേപ്പാക്കി നമുക്കങ്ങ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള മധുരം തന്നെയുണ്ട്. അപ്പോൾ അത്ര മധുരം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു 1/2 കപ്പോ അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
കണ്ടതാ നന്നായിട്ട് തന്നെ നമ്മുടെ ലഡു ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരളവിന് ഏകദേശം 17 ലഡുവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള 17 ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഷ്നട്ടും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മുടെ ബീട്രൂട്ടും തേങ്ങയും റവയും പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വീറ്റായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ബീട്രൂട്ട് കൊണ്ട് ലഡു ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. തണുത്ത് കഴിയുന്തോറും നമ്മുടെ റവ ആയതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.